ഹലോ ഗായ്സ്, നമ്മൾ ക്രൂഡ് ഓയിലൊരു പുട്ട് ഓപ്ഷൻ ബൈ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരുമാതിരി ദാരിദ്ര്യം പിടിച്ച ട്രെയിനായിരുന്നു. ഒരു ദുരന്തം എന്ന് പറഞ്ഞാൽ ഒരു ഒന്നൊന്നര ദുരന്തം. എൻ്റെ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്തിട്ടൊരു ഒന്നൊന്നര വരവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോരാ, ഒരു പടുകൂറ്റം വരവ് താങ്ങത്തില്ല. അജാതി വരവാണ് വന്നത്. നമ്മളെ സ്റ്റോപ്പ് ലോസ് എവിടെ വയ്ക്കുമെന്നോ അവിടെ ഹിറ്റ് ചെയ്തിട്ട് അടുത്ത നിമിഷം, ജസ്റ്റ് അടുത്ത 5 മിനിറ്റ് അടുത്ത 5 മിനിറ്റ്സ് ക്യാൻഡിലാണ് ഒരു ഒന്നൊന്നര വരവ് എന്ന് പറഞ്ഞാൽ പോരാ, ഒരു ഏമണ്ടം വരവ്. ഞാനത് 1000 രൂപ ലോസ് ബുക്ക് ചെയ്ത ട്രേഡാണ്. 1000 രൂപ 1200 രൂപ ലോസ് ബുക്ക് ചെയ്ത ട്രേഡ് അത് അടുത്ത 5 മിനിറ്റിൽ നമുക്ക് ആ ഒരു നല്ല ഹ്യൂജ് നമ്മുടെ ടാർഗറ്റിൻ്റെ തൊട്ടടുത്തെത്തി. നമുക്ക് അതും ജസ്റ്റ് 5 മിനിറ്റ്സിൽ ടാർഗറ്റിൻ്റെ തൊട്ടടുത്ത് പറഞ്ഞ ടാർഗറ്റിൻ്റെ തൊട്ടടുത്ത് എത്തിയിട്ട് പോയി. ടാർഗറ്റ് അടിച്ചില്ല, എന്നാലും പോട്ടെ, ഒരുമാതിരി വരവായി. നമുക്ക് സ്റ്റോപ്പ് ലോസ് ട്രെയിൽ ചെയ്യായിരുന്നു, നല്ല അടിപൊളി പ്രോഫിറ്റും കാണാമായിരുന്നു. എന്നെക്കാളും വലിയ ദാരിദ്ര്യം വേറെ ആരെങ്കിലും ഉണ്ടോ ദൈവമേ? അതാണ് ഇപ്പം എൻ്റെ അവസ്ഥ. നോർമലി ഇങ്ങനെ വരാത്തതാണ്. ബ്രേക്ക്ഔട്ട്സൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ പോകേണ്ടതാണ്. നല്ലൊരു സ്റ്റോപ്പ് ലോസ് വെച്ചത്, പക്ഷെ അടിച്ചു കഴിഞ്ഞിട്ട് നല്ല രീതിക്ക് മാർക്കറ്റ് പറഞ്ഞാൽ നല്ല രീതി ഹ്യൂജായിട്ട് വന്നു. ഹ്യൂജായിട്ട് എക്സിറ്റ് ചെയ്ത സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് നോക്കാം, നമുക്ക് വാച്ച് ചെയ്യാം. ഓർഡർ ക്ലോസ് ചെയ്ത സമയം 9:47 ഏറെക്കുറെ. കൃത്യം പറഞ്ഞാൽ ഈ ഒരു ക്യാൻഡിൽ, അതെ ഈ ഒരു ക്യാൻഡിൽ നമ്മൾ ക്ലോസ് ചെയ്ത് ഇവിടെ തന്നെ ഏറെ ടോപ്പ് ചെയ്യുന്നത്. ജസ്റ്റ് കുറച്ച് നേരം കഴിഞ്ഞ് ഒരൊറ്റടിക്ക് വരവ് വന്നു. അത് നല്ല എമ്മണ്ടൻ ക്യാൻഡിൽ, നല്ല രീതിക്ക് പറഞ്ഞാൽ നല്ല രീതിക്ക്. കുറച്ച് സങ്കടമുള്ള പരിപാടിയാണ് ഇതുപോലെ വരുമ്പോൾ. പട്ടേ കാര്യമില്ല, അക്സെപ്റ്റ് ചെയ്യാം, വേറെ വഴിയില്ല. ഒരുമാതിരി ശോകം പിടിച്ച ട്രേഡായിരുന്നു. ഞാൻ ഓവറോൾ ഒരു 12K ലോസാണ്. അത്യാവശ്യം ഒരു താഴോട്ടൊരു വ്യൂ കണ്ടതുകൊണ്ടും അതുകൊണ്ടാണ് ഈ നാച്ചുറൽ ഗ്യാസിൽ കയറിയത്, ക്രൂഡ് ഓയിൽ കയറി ട്രേഡ് എടുത്ത്. അപ്പോൾ അതിലാണെങ്കിൽ വീണ്ടും ലോസിൻ്റെ പുറത്ത് ലോസ് ഒരു 1200. അത്യാവശ്യം ഞാനൊരു 2000 രൂപയോളം പ്രോഫിറ്റ് എക്സ്പെക്റ്റ് ചെയ്ത ട്രേഡാണ്. സ്റ്റോപ്പ് ലോസ് ട്രെയിലിങ് അത്യാവശ്യം ഇതുവരെ വരുന്നു വിചാരിച്ചു. 500 വരെ വരാനുള്ള ചാൻസൊക്കെ എക്സ്പെക്റ്റ് ചെയ്താണ്. പട്ട് സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്തിട്ട് സുഖമായിട്ട് വന്ന്. ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല. ഇന്നത്തെ ട്രേഡ് എന്തായാലും കഴിഞ്ഞു. ഇന്നത്തെ ട്രേഡ് എന്നാലും ഇനി സമയമില്ല. ചുമ്മാ ഒരു ട്രേഡ് എടുത്താണ്. ഇത് ഞാൻ ലൈവ് ഇട്ടിട്ടുണ്ടായിരുന്നു സിമ്പിളായിട്ട്. ബട്ട് എന്നാലും ഇതുപോലൊരു വരവ് എക്സ്പെക്റ്റ് ചെയ്തില്ല. എക്സിറ്റ് അടിച്ചതിന് ശേഷം നല്ല രീതിക്ക് തന്നെ പറയാം, നല്ല രീതിക്ക് പൂജിച്ച് അങ്ങനെ വേണം ശരിക്കും പറയാൻ. എന്തായാലും നമ്മൾ ഇന്നത്തെ ടോട്ടൽ ലോസ് ഒരു 30K ആയിട്ടുണ്ട്. അത് പ്രശ്നമില്ല, പോട്ടെ, സ്വാഭാവികമാണ്. ട്രേഡിങ് അല്ലേ, നോർമലി ലോസ് സത്യം. നമുക്ക് പിന്നെ ഈ ട്രേഡ് നമുക്ക് പ്രോഫിറ്റൊക്കെ വന്നതാണ്. ആദ്യം നമുക്കൊരു 1000 രൂപയോളം പ്രോഫിറ്റ് വന്നതാണ് താഴോട്ട് വന്നപ്പോൾ. ബട്ട് അത് ശരിയായിട്ടില്ല, പണിപാടി അത് ശരിയായില്ല. ഇനി എന്തായാലും പറഞ്ഞിട്ട് കാര്യമില്ല. ഇന്നത്തെ ട്രേഡ് എന്തായാലും ഫുൾ ലോസാണ്. നമുക്കിന്നൊരു അൺലക്കി ഡേ ആണ്. അപ്പോൾ ഇന്നത്തെ അൺലക്കി ഡേ നമുക്ക് ഇന്നത്തെ കഴിഞ്ഞിരിക്കുകയാണ്. നമുക്ക് നാളെ ഫിൻ-നിഫ്റ്റി പിടിക്കാമെന്ന് വിചാരിച്ചുകൊണ്ട് നമുക്ക് നാളെ തന്നെ ഫിൻ-നിഫ്റ്റി നോക്കാം. അതായിരിക്കും ഏറ്റവും ബെസ്റ്റ്. ഇന്നത്തെ ദിവസം കുറച്ച് മൂഞ്ചി ദിവസം തന്നെയായിരുന്നു. അപ്പോൾ എന്തായാലും ഓക്കെ, ബൈ.